ഇത്രയും ദിവസം ചൂടും ചൂടൂരും കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാനായിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മഴ വന്നു തുടങ്ങിയപ്പോഴത്തേക്കുവാണെങ്കിൽ ഒരു അറുതിയില്ലാത്ത മഴ. മഴയുള്ളപ്പോൾ വെയിൽ വേണം, വെയിലുള്ളപ്പോൾ മഴയും വേണം. എൻ്റെ ദൈവം എന്ത് സൂര്യക്കേടാണല്ലേ. എങ്ങനെയെല്ലാം ഇടിയും വെട്ടി മഴ പെയ്താലും നമുക്ക് ആവശ്യങ്ങൾക്ക് പുറത്ത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ആവശ്യത്തിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു പച്ചക്കറി കടയിൽ കയറി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കപ്പ കണ്ട്. ഈ വക കപ്പയും ചക്കയൊക്കെ കണ്ട എനിക്ക് പണ്ടേ ഭ്രാന്താണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് നല്ല കപ്പയാണെന്ന്. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞ ഒരു ഒറ്റ വാക്കിൻ്റെ വിശ്വാസത്തിൽ ഞാൻ 2 കിലോ കപ്പയും വാങ്ങിക്കൊണ്ടാണ് വന്നത്. കപ്പയോടൊപ്പം ഇത്തിരി മീനും കൂടെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. എന്നിട്ട് ഞാൻ അതേ മീനെല്ലാം വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. തേങ്ങയും മുളകും അരച്ച് അരപ്പും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മീൻകറി ആദ്യം വെക്കൂല, കപ്പയാണ് കേട്ടോ നമ്മൾ ആദ്യം അടപ്പത്താക്കാൻ പോണത്. അങ്ങനെ അതേ കപ്പയുടെ തോലെല്ലാം കളഞ്ഞ് അതിനെ കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഈ കപ്പ തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളണ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ അറിവാണ്. അത് കേട്ടതുപാടെ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. സാധാരണ ഞാൻ അരപ്പ് കലക്കി മീൻകറി വെക്കുമ്പോഴത്തേക്കും മീനും കൂടെ ചേർത്തിട്ടാണ് ഒരുമിച്ച് വെക്കണത്. പക്ഷേ ഈ പ്രാവശ്യം കിളിമീൻ ആയതുകൊണ്ട് തിള വന്നതിന് ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുത്തേക്കണത്. അപ്പം നമ്മൾ കപ്പയുടെ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം രണ്ടാമത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരടപ്പിൽ മീൻകറിയും അപ്പുറത്തടപ്പിലോട്ട് കപ്പയും ആക്കിയിട്ട് മഴയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓടി കൊടുക്കുന്നുണ്ട്. മഴയും കാറ്റും ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ മീൻകറിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരു മരത്തിൻ്റെ കയ്യിലെടുത്ത് അത് നല്ലതുപോലെ ഉടച്ച് കുഴച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇതേ താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് അറിയത്തേക്ക് വന്നപ്പോഴത്തേക്കും ആമിക്കുട്ടിയുടെ പരാതിയാണ് ഞാൻ കേൾക്കുന്നത്. സുന്ദരിയായില്ലേ ചായ വെച്ച്? എന്റെ ജലദോഷം ആമിക്കുട്ടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്തിരി വിക്സ് ഒക്കെ പെരട്ടി കൊടുത്തതിന്റെ പരാതിയാണ് കേട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൾ ഡാൻസ് ആയിട്ടാ. ഡാൻസ് കഴിഞ്ഞ് തളർന്ന ക്ഷീണത്തിൽ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്ന്. രാത്രി ഇച്ചിരി കപ്പയും മീനും ഒക്കെ തിന്നുമ്പോൾ കിട്ടണ സുഖം എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാനുണ്ട്. ആ ചേട്ടനൊരു ഷെയ്ക്കാൻഡി കൊടുക്കണം ഇനി കാണുമ്പോൾ, കാരണം നല്ല കപ്പയായിരുന്നു. പിന്നെ ഞങ്ങൾ കപ്പയും മീനും ഒക്കെ അകത്താക്കിയിട്ട് വേഗം തന്നെ ഒരു ലുഡോ കളിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. ഇതിവിടെ സ്ഥിരം ഏർപ്പാടാണ്, പക്ഷേ ഉക്കളി പോണവരെ ഉള്ളു. അപ്പം അത്ര ഉള്ളു കേട്ടോ.